ഹായ് കൂട്ടുകാരെ, ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ട് കാണാത്തവർ പോയി കാണണേ. ആ ഷോർട്സിൻ്റെ ലോങ് വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇടുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കടയ്ക്കലിൽ ഉള്ള മധുര തിരുവാതിരയാണ്. കടയ്ക്ക തിരുവാതിര നിങ്ങൾ കേട്ട് കാണും. അതിന് മുമ്പായിട്ടുള്ള ഒരു തിരുവാതിരയാണ് മധുര ക്ഷേത്രത്തിലെ തിരുവാതിര, മധുര തിരുവാതിര. അപ്പോൾ ഇവിടെ ഞായറാഴ്ചയാണ് തിരുവാതിര വരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ്, തിരുവാതിരയ്ക്ക് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇന്നലെ ഞാൻ ഷോർട്സിലിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് തയ്യാറൊക്കെയായി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. മധുര ക്ഷേത്രത്തിന് മുമ്പായിട്ടൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം പോയത്. ആദ്യം ദേവീക്ഷേത്രത്തിൽ കയറാഞ്ഞ വേറൊന്നുമല്ല, ദേവീക്ഷേത്രത്തിൽ പോയാൽ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടേ തിരിച്ച് പോരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ശിവക്ഷേത്രം അടച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ശിവക്ഷേത്രത്തിൽ കയറി അതിനുശേഷം ദേവീക്ഷേത്രത്തിൽ കയറിയത്. എൻ്റെ ജീവിതത്തിൽ ഈ കുതിരയെടുപ്പൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അവിടെ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് 4 കുതിരകളെ ഒരുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഈ കുതിരകളെയൊക്കെ കാണുന്ന. കാര്യം ഞാൻ ഇങ്ങനെ ജസ്റ്റ് പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ കടയ്ക്കൽ തിരുവാതിര ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കസിൻ കസിൻ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇതെൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കടയ്ക്കലോട്ട് വന്നിട്ട് 4 വർഷം ആയിട്ടുണ്ടെങ്കിലും പല സാഹചര്യം കൊണ്ടും നമുക്ക് തിരുവാതിര കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കടയ്ക്ക് തിരുവാതിര നടന്ന സമയത്തും കടയ്ക്കൽ ഉത്സവത്തിന് പോയിട്ടുണ്ട്, തിരുവാതിരയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തിരുവാതിരയാണ് ഈ കുതിരയെടുപ്പൊക്കെ ഉള്ള സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാവടി, ഘോഷയാത്ര അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. ഈ കുതിരയെടുപ്പൊന്നും നമ്മൾ അവിടെ ഇല്ല. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണല്ലോ. അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് കടകളൊക്കെ നോക്കി കണ്ടു. എന്നിട്ട് ആദ്യം പോയത് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങാനൊന്നും അല്ല, നമ്മൾ മെയിൻ സ്ഥലം എവിടെയായിരിക്കും, ഫുഡ് കോർട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബജിയും അതുപോലെ കോളിഫ്ലവർ പൊരിച്ചതും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും പിന്നെ ഒരു കുലുക്കി സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ അതുപോലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കുഞ്ഞിനായാലും നമ്മൾ കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മളെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ഈ എല്ലാത്തിനും റേറ്റ് വളരെ കുറവായിരുന്നു. നമ്മളെ നാടിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തറവില അവിടെ കൂടുതലായതുകൊണ്ടാണോ എന്തോ, അതുകൊണ്ടാവാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഒരുപാട് പ്രൈസ് കുറവെന്നല്ല, എന്നാലും കുറച്ച് പ്രൈസ് കുറവായിരുന്നു. പിന്നെ കഥകളിയൊക്കെ കുറച്ച് നേരം കണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. അതിനിടയിൽ അമ്പലത്തിൽ തന്നെ ഉപ്പിലിട്ടത് വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ കാട്ടുമാങ്ങ. എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഈ കാട്ടുമാങ്ങയും ചൂട് കഞ്ഞിയും മതി, അത്ര ടേസ്റ്റുള്ള സാധനമായിരുന്നു. അപ്പോൾ